നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അശ്ശുഹദാഉ ഖംസത്തുൻ, 5 പേരാണ് ഷഹീദായ പദവിയിലേക്ക്, ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക. 5 പേർക്ക് ഷഹീദിന്റെ പദവി സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, അൽ മത്ഊൻ, മാരകമാകുന്ന രോഗങ്ങൾ, പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ, നിപ്പ വൈറസുകൾ പോലെയുള്ളതാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ 14 വയസ്സുള്ള പൊന്നുമോനടക്കം മരണപ്പെട്ടു പോയില്ലേ? അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ, പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവന് ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി നബി തങ്ങൾ പറയുകയാണ്, ശുഹദാക്കൾ 5 ആണ്. 1 പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ച്, നിപ്പ വൈറസുകൾ നമുക്ക് കാലികമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. അത്തരത്തിലുള്ള വൈറസുകൾ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ നിങ്ങൾക്ക് ശുഹദാക്കളുടെ പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി നബി തങ്ങൾ പറയുകയാണ്, വൽ മബ്തൂനു, വയറുവേദന കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ മുഅ്മിനീങ്ങളില്ലേ, എത്രയോ വർഷങ്ങളായി ഞാൻ ചികിത്സിക്കുന്നു, ഇന്ന ഡോക്ടറെ കാണിച്ചു, പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എനിക്ക് ചികിത്സയ്ക്ക് പരിപൂർണമായ ശിഫയില്ല, വിഷമത്തിലും ദുഃഖത്തിലും നിലകൊള്ളുന്ന മനുഷ്യ, ആ വയറുവേദന കൊണ്ട് മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ട മുഅ്മിനെ, എന്തിനേറെ ഉലമാക്കൾ അതിന്റെ വിശദീകരണത്തിൽ എഴുതി ചേർത്തു, പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് മരണപ്പെട്ടു പോകുന്ന സഹോദരിയാണെങ്കിൽ പോലും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഷഹീദിന്റെ പദവി ലഭിക്കുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മബ്തൂനു, വയറുവേദന കൊണ്ട് മരിക്കുന്നവൻ, ഷഹീദിന്റെ പദവി ഹബീബ് റസൂലുള്ളാഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണിത്. 5 പേരാണ് ഷഹീദിന്റെ പദവി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഓടത്തുകാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്യം പഠിക്കും നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല, വൽ ഗരീഖു, മുങ്ങി മരിക്കുന്നതായ ആളുകളില്ലയോ, മലവെള്ള പാച്ചുകൾ വെള്ളം വന്നുകൊണ്ട് ശരീരമാസകലം അടിച്ചു കയറി ശ്വാസം മുട്ടിക്കൊണ്ട് മുങ്ങി മരിച്ചതാകുന്ന എത്രയോ പാവങ്ങളാണ് വയനാട്ടിലുള്ളത്. പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വൽ ഖരീഖു, മലവെള്ളപ്പാച്ചിലാകട്ടെ ഏത് നദിയിലാകട്ടെ മുങ്ങി മരിക്കുന്ന കുട്ടികളാണോ ചെറുപ്പക്കാരാണോ അവരെല്ലാവരും തന്നെ പരിപൂർണമായി അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്റെ മകൻ മരിച്ചു, എന്റെ മകള് മരിച്ചു, കിണറ്റിൽ വീണ് നദിയിൽ വീണ് സങ്കടപ്പെടേണ്ട ഉമ്മ, നിങ്ങൾക്ക് കിട്ടുന്ന പദവി, അവർക്ക് കിട്ടുന്ന നേട്ടത്തെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുങ്ങി മരിക്കുന്നവൻ എന്ത് കിട്ടും? ഷഹീദിന്റെ കൂലി. ഹബീബ് റസൂലുള്ളാഹി. തീർന്നില്ല, വസ്വാഹിബുൽ ഹദ്മി, കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്നതായ ആളുകൾ വീടിനകത്തളത്തിൽ രാത്രിയിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങിക്കിടക്കുന്നു. രാവിലെ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. വയനാട്ടിലെ മുണ്ടക്കയിലുള്ളതാകുന്ന പള്ളിയുടെ അകത്തളത്തിൽ ഉറങ്ങിക്കിടന്ന സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകനാകുന്ന ശിഹാബുദ്ദീൻ ഫൈസി എന്ന പാവപ്പെട്ട ഉസ്താദ് കെട്ടിടത്തിനകത്തളത്തിൽ കടന്നുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത്. വസാഹിബുൽ ഹദ്മി, അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചുകൊണ്ട് വധുവെടുത്തുകൊണ്ട് നാളെ സുബൈക്ക് ബാങ്ക് വിളിക്കണം, ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നിയ്യത്തിൽ മഗ്രിബിന്റെ സമയത്ത് പള്ളിയുടേതാകുന്ന ഓരത്തൂടി ഒഴുകുന്ന അരുവിയുടേതാകുന്ന ചിത്രം അത് സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ അതിന്റെ രൗദ്രഭാവം വ്യക്തമായി അറിയിക്കുകയും 10 മണി സമയത്ത് സ്വന്തം മാതാപിതാക്കളെ ഫോൺ വിളിച്ച് കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി. അവിടെ പ്രശ്നമാണെങ്കിൽ മോനെ ഇങ്ങ് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി വിളിക്കുമ്പോ അസിസ്റ്റന്റ് ഇമാം അസറിന് ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഉമ്മ, എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ്
രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നിയത്തിൽ ഒളു എടുത്തുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിൽ ഇത്തിഖാഫിന് നിയത്ത് വെച്ചുകൊണ്ട് കടന്നുറങ്ങിയതാകുന്ന 12 മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ദുആ ചെയ്യണേ. വല്ലാത്ത ശബ്ദത്തോടുകൂടി വെള്ളത്തിൻ്റെതാകുന്ന കളകളാരും ഒരുക്കിക്കൊണ്ട് രൗദ്രഭാവത്തിലാണ് കടന്നു വരുന്നത്. വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് വോയിസ് വിട്ട് കടന്ന മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ ഈ ലോകത്തില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സങ്കടപ്പെടേണ്ട വാപ്പാ, സങ്കടപ്പെടേണ്ട പ്രിയപ്പെട്ട ഉമ്മ, അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ ആരും മുഅ്മിനീങ്ങളെ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, പ്രയാസപ്പെടേണ്ട. വസാഹിബുൽ ഖദ്മി, കെട്ടിടം തകർന്ന് മരണപ്പെട്ടു പോകുന്നവർ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മുഅ്മിൻ, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകുകയാണ്, ഹബീബായ നബി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, അവർ ഷഹീദാണ്. ഷഹീദിന്റെ സമുന്നതമായ പദവിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നീ അവരുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. നീ ടെൻഷൻ അടിക്കേണ്ടത് ഇനി നിന്റെ ജീവിതത്തിലാണ്. ഇരുന്നില്ല. 5-ാമത്തെ വ്യക്തിയെ നബി തങ്ങൾ പറയുന്നു, വശഹീദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് പടവെട്ടിക്കൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന ശുഹദാക്കളില്ലേ, അവർക്കും ഷഹീദിന്റെ പദവിയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി